കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെയും പല്ലവിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ടാണ് നമുക്ക് പ്രചോദനം തരുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. സ്വാതിയുടെ ഫോൺ പരിശോധിക്കാൻ കയറിയ പല്ലവി സേതു മുറി പെട്ടുപോവാണ്. അങ്ങനെ അവസാനം കട്ടിലിനടി കയറി കഴിഞ്ഞപ്പോഴത്തേനും ഋതു അങ്ങോട്ട് വരിക. അങ്ങനെ രണ്ടുപേരും പൊക്കമാണ്. സേതുവിനെ പല്ലവിനെ കട്ടിലിനടിയുന്ന എന്ത് ചെയ്യണമെന്ന് അറിയതല്ല. രണ്ടുപേരും കൂടെ കട്ടിലിനടിയിൽ നിന്ന് ഇറങ്ങി വരിക. ഋതു പറഞ്ഞു, നാണമില്ലേ നീക്ക് ഞങ്ങളുടെ കട്ടിലിനടി കയറിയിരിക്കാനായിട്ട്? ഇത്ര ചീപ്പായിട്ടുള്ള ഒരു കോളേജ് ലെക്ചറാണ് പോലും, എന്നിട്ടാണ് കട്ടിലിനടി കയറി ഒളിച്ചിരിക്കുന്നത്. പെട്ടെന്ന് അച്ചും സ്വാതിയൊക്കെ ചാടി എഴുന്നേക്കണം. അച്ചുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇത് സ്വാതി ചോദിച്ചു, ഓഹോ അപ്പൊ ഇതാണ് കട്ടിലിനടി രണ്ടുപേരും കൂടെ വന്ന് പരിപാടി. അല്ല നിനക്ക് വേറെ ഒരിടം കിട്ടിയില്ലേ? ഞങ്ങളുടെ കട്ടിലിനടിയിൽ എന്തിനാ വന്ന് കയറിയിരുന്നെന്ന് ചോദിക്കാം. എന്തെങ്കിലും പറയാനുണ്ടോ? പെട്ടെന്ന് അച്ചു പറഞ്ഞു, അത് പിന്നെ സ്വാതി നീ അവരെയുടെ വെറുതെ ഇങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിട്ട് വന്നായിരിക്കും. പിന്നെ പാതിരാത്രി കട്ടിലിനടി വന്ന് കയറി ഇരുന്നിട്ടല്ലേ? വലിയ കോളേജ് ലെക്ചറാണ് പോലും, നാണമുണ്ടോ ഇങ്ങനെ കാണിക്കാനെന്ന് ചോദിക്കുക. എന്തേലും പറയാനുണ്ടോ? അപ്പോഴാണ് സ്വാതി തന്റെ ഫോണ് പല്ലവിയുടെ കയ്യിലിരിക്കുന്നുണ്ട്. ഓഹോ അപ്പൊ എന്റെ ഫോൺ രാത്രി അടിച്ചു മാറ്റാൻ വേണ്ടി വന്നായിരുന്നു രണ്ടുപേരില്ലേ? എന്നിട്ട് അതിനകത്ത് നിന്ന് എന്തെടുക്കാനാ വന്നേന്ന് ചോദിക്കും. പെട്ടെന്ന് സേതു പറഞ്ഞു, അതെ ഇനി ഉള്ള കാര്യം കൂടെ പറഞ്ഞേക്കാം. നീ ഇന്ദ്രനുമായിട്ട് ചാറ്റിംഗ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ അത് അറിയാൻ വേണ്ടിയിട്ട്, നീ ഇന്ദ്രനെ വിളിക്കുന്നുണ്ടോ ഇല്ലെന്നൊക്കെ അറിയാൻ വേണ്ടി ആ ഫോൺ എടുക്കാൻ വേണ്ടി വന്ന. പക്ഷെ ആ കൃത്യസമയത്ത് തന്നെ നിങ്ങൾ രണ്ടുപേരും എഴുന്നേറ്റോണ്ട് പിന്നെ ഞങ്ങള് പിടിക്കപ്പെട്ടെന്ന് പറയണം. ഓഹോ അല്ലായിരുന്നെങ്കിലോ? പിടിക്കപ്പെട്ടില്ലായിരുന്നെങ്കിലോ? രണ്ടുപേരും നൈസായിട്ട് അങ്ങോട്ട് പോയാനോ അല്ലേന്ന് പറയണം. എന്നാലും ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് പറയണം. രണ്ടിലൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം. നാണമില്ലാത്ത നിൽക്കാൻ നിപ്പ് കണ്ടില്ലേന്ന് ചോദിക്കണം. ആകപ്പാടെ തൊലിരിഞ്ഞിക്ക് രണ്ടുപേരും. എന്തെങ്കിലും പറയാനുണ്ടോ? കാരണം കട്ടിലിനടിയുന്ന കാമുകനും കാമുകയും. എന്നിട്ട് പുറമേ ഉള്ള പറച്ചിലോ അങ്ങനെയൊന്നും ഇല്ല. അയ്യോ സേതുവേട്ടൻ എനിക്ക് ആങ്ങളെ പോലെയാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇപ്പൊ കണ്ടില്ലേ രണ്ടുപേരും കൂടെ കട്ടിലിനടിയിൽ പിടിച്ചേ. ഇന്ന് തന്നെ ഇതിന്റെ തീരുമാനം ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് സ്വാതി നേരെ അങ്ങ് എഴുന്നേറ്റ് പോവാണ്. നേരെ പൂർണ്ണിമയുടെ മുറിയിലേക്കേ ചെല്ലുന്നത്. പൂർണ്ണിമനെ വിളിച്ചുണർത്തുക. അടുത്ത് പൂർണ്ണിമച്ച്, എന്താ സ്വാതി എന്താ കാര്യം ചോദിക്കാം. അമ്മ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറയണേ. എന്താ കാര്യം? എന്താ ഈ പാതിരാത്രി നിനക്ക് എന്താ ഉറക്കമില്ലേ? ഉറക്കമില്ലാത്ത ഇതേ എനിക്കല്ല, ഇവിടെ വേറെ പലർക്കുവാ. കല്യാണം കഴിക്കണ പോയി കല്യാണം കഴിച്ചാൽ പോരെ, അതിനിങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അതും ഞങ്ങളുടെ കട്ടിലിനടി വന്നിട്ട്. അപ്പൊ കാര്യം എന്താന്ന് പറ. ദേ രണ്ടുപേരും നിൽക്കുന്ന കണ്ടില്ലേ? എന്തിനാണെന്നറിയാവോ? ഞങ്ങളുടെ കട്ടിലിനടിയതാ രണ്ടുപേരും കയ്യോടെ പൊക്കിയത്. അത് പൊക്കിയതാരാ? ഋതു ചേച്ചിയാ കണ്ടേന്ന് പറയണം. കട്ടിലിനടിയെന്നോ? നീ എന്തൊക്കെയാ പറയണേ? പെട്ടെന്ന് അച്ചു പറഞ്ഞു, അത് പിന്നെ അമ്മേ ഉള്ള സത്യം ഞാൻ ഞങ്ങളോട് പറഞ്ഞേക്കാം. ഞാനും കൂടെ ഉണ്ടെന്ന് പറയണം, എനിക്കൂടെ ഇതിനകത്ത് പങ്കുണ്ടെന്ന് പറയണം. അതെ അച്ചു നീ വെറുതെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട, ഇവരെ രക്ഷിക്കാൻ വേണ്ടി ഒന്നും പറയണ്ടെന്ന് പറയണം. പിന്നീട് പൂർണ്ണിമയുടെ അച്ചു പറഞ്ഞു, അതെ സ്വാതി ആ ഇന്ദ്രനെ വിളിക്കുന്നുണ്ട്, ചാറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്ന് അറിയാൻ വേണ്ടിയിട്ട് അവളുടെ ഫോൺ എടുക്കാൻ വേണ്ടി വന്ന ആ കൃത്യസമയത്ത് തന്നെ ഋതു ഉണർന്നു. അപ്പൊ ഇവർ രണ്ടുപേരും കട്ടിലിന്റെ അടിയിലേക്ക് കയറി കാണാതിരിക്കും വേണ്ടി എനിക്കും ഇതിനകത്ത് പങ്കുണ്ട്, ഞാനും കൂടെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തേന്ന് പറയാം. ഇനി വെറുതെ വലിയേട്ടനെ പല്ലവി ചേച്ചിയും കുറ്റപ്പെടുത്തണമെന്ന് പറയാം. എന്നാലും ഇത് കുറച്ച് ചീപ്പ് പരിപാടിയായി പോയി കേട്ടോ. ഒരിക്കലും ഇങ്ങനെയൊന്നും നീ ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഋതു അങ്ങനെ തുള്ളി കളിക്കുക. പെട്ടെന്ന് തന്നെ പൂർണ്ണിമ, ഇതാണ് കാര്യം, അച്ഛനറിയാവുന്ന കാര്യല്ലേ? അവരെ കട്ടിലിനടി കയറി നിർത്തി ഇപ്പൊ എന്താ ആകാശം ഒടിഞ്ഞു വീണെന്ന് നിൽക്കോ? ഓ അമ്മയ്ക്ക് ഇവനെ എന്ത് പറഞ്ഞാലും ഇവരുടെ സൈഡല്ല നിൽക്കാനായിട്ട് പറ്റുള്ളൂ, അങ്ങനെയാണല്ലോ എന്ന് പറയണം. ദേ ഋതു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പെട്ടെന്ന് സ്വാതിയെ ഫോൺ ഇങ്ങോട്ട് പിടിച്ചു വാങ്ങിക്കണം, ഇങ്ങോട്ട് തരാനും പറഞ്ഞിട്ട് ഫോൺ എടുക്കാൻ വന്നേക്കുന്നു. മേലാൽ എന്റെ ഫോണെ തൊട്ടിട്ടുണ്ടല്ലോ, ഞാൻ പലരെ ഞാൻ വിളിക്കും, ആരെ വിളിക്കണമെന്നൊക്കെ ഞാനാ തീരുമാനിക്കുന്നേ, അതിനകത്ത് കയറി ചൊറിയാനായിട്ട് വരണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല്ലവിയോട് വളരെ ദേഷ്യപ്പെട്ട് പറയണം. ഇത് കേട്ടതും പെട്ടെന്ന് സേതു പറഞ്ഞു, അതെ ഞാൻ നിന്റെ ഏട്ടനാണെങ്കിൽ എനിക്ക് നീ അറിയാൻ അവകാശമുണ്ട്, നീ ആരെയൊക്കെ വിളിക്കുന്നുണ്ട്, ആരെയൊക്കെ ചാറ്റ് ചെയ്യുന്നുണ്ടെന്ന്. അതെ വലിയേട്ടൻ എന്നൊക്കെ സ്ഥാനം അത് അവിടെ, എന്റെ അടുത്തേക്ക് ആ സ്ഥാനം വെച്ചോണ്ട് വരണ്ട, അതൊക്കെ അച്ചു ചേച്ചിയുടെ അടുത്ത് എടുത്താൽ മതി, എന്റെ അടുത്തേക്ക് നിന്ന് എടുത്തോണ്ട് വരണ്ടെന്ന് പറയണം. പൂർണ്ണി പറഞ്ഞു, അതെ ഒരു കാര്യം പറഞ്ഞേക്ക സ്വാതി, നിന്റെ അനാവശ്യമായിട്ടുള്ള ഇടപെടലുണ്ടല്ലോ അതങ്ങ് നിർത്തിയാലേ. പിന്നെ ആ ഇന്ദ്രനുമായിട്ട് എന്തെങ്കിലും കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അത് ഇതോടുകൂടി അങ്ങോട്ട് അവസാനിപ്പിച്ചേക്കാൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സ്വാതി പറഞ്ഞു, അമ്മേ അയാൾ എന്റെ കോളേജ് മേറ്റ് ആയിരുന്നു, അപ്പൊ എന്നെ ഇടയ്ക്ക് വിളിക്കും, ചാറ്റ് ചെയ്യും, അതിനിപ്പോ എന്താ വലിയ കാര്യം ഇരിക്കുന്ന ചോദിക്കുക. നിനക്ക് അറിയത്തില്ലാത്തോണ്ട് അയാളെ കുറിച്ച് പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മാത്രം മതി, പറഞ്ഞു കേട്ടല്ലോ എന്ന് പറയണം. സ്വാതിക്ക് നല്ല ദേഷ്യം വന്നു. പിന്നീട് പൂർണ്ണ പറഞ്ഞു, പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറയണം. ഋതു പറഞ്ഞു, രാത്രി കട്ടിലിനടി കയറിയിരിക്കുന്നു, നാണോ ഇല്ലാത്തങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. അങ്ങനെ പൂർണ്ണിമ എല്ലാവരും കയറിപ്പോയി. പല്ലവിക്കാണോ വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെയാണ്. ഈ സമയം സേതു പല്ലവിയോട് വന്നിട്ട് പറഞ്ഞു, അതെ വിഷമിക്കൊന്നും വേണ്ടാന്ന് പറയണം. ഏയ് വിഷമോ? എനിക്കെന്തിനാ വിഷമം? അതിന് നമ്മളതിന് തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പോരാത്തന അച്ചു പറയുകയും ചെയ്തല്ലോ എന്ന് പറയണം. അല്ല അതുകൊണ്ടല്ല, പിന്നെന്താ? ഒന്നുമില്ല എന്ന് പറയണം.
എന്താ സേതുവേട്ടാ, എന്തോ സേതുവേട്ട മനസ്സിനെ അട്ടുന്നുണ്ടല്ലോ. ഞാനേ ഇന്നലെ ഒരു സ്വപ്നം കണ്ടായിരുന്നു പറയാ. സ്വപ്നോ? എന്ത് സ്വപ്നം? അത് കല്യാണം, എന്റെ കല്യാണം സ്വപ്നം കണ്ടായിരുന്നു. ആഹാ കൊള്ളാലോ, ആ നല്ല കാര്യമുള്ളൂന്ന് പറയണം. നല്ല പെണ്ണാരാന്ന് ചോദിക്കണം. പെണ്ണിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല എന്ന് പറയണം. കല്യാണം ഞാൻ ആദ്യമായിട്ട് എങ്ങനെയോ സ്വപ്നം കാണുന്നത്. ഇതിനു മുമ്പ് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. ഇപ്പൊ ഞാൻ സ്വപ്നത്തിലും കണ്ടെന്ന് പറയണം. അല്ല എന്താ കണ്ടേ? ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ കഴുത്തിൽ താലിയാർത്ത് നിന്നിട്ടോ. എന്നിട്ടെന്താ, താലിയാർത്തി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് പല്ലവി വെച്ചു. അല്ല പെൺകുട്ടിയുടെ മുഖം കണ്ടില്ലേന്ന് ചോദിക്കും. മുഖമൊക്കെ കണ്ടു, പക്ഷെ അത് ഇപ്പൊ പറയാൻ പറ്റില്ല എന്ന് പറയണം. ഇത് കേട്ടോ പല്ലവി പറഞ്ഞു. അതെന്താ ഇപ്പൊ പറഞ്ഞ എന്താ കുഴപ്പമെന്ന് ചോദിക്കും. അതിപ്പോ പറഞ്ഞ ശരിയാകത്തില്ലെന്ന് പറയാം. പിന്നെന്താ കണ്ടേ? പിന്നെ അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഒരു 2-3 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പത്തിന് പച്ചമാങ്ങ മേടിച്ചുകൊണ്ടിരുന്നേ. 2-3 ആഴ്ച കഴിഞ്ഞാൽ പച്ചമാങ്ങ മിണ്ടാതെ പൊക്കം അവിടെ നിന്നും പറഞ്ഞോണ്ട് പല്ലവി കിടന്ന് ദേഷ്യപ്പെടുകയാണ്. 3 ആഴ്ച കഴിഞ്ഞപ്പത്തിനും പച്ചമാങ്ങ മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. അതെ, ഇതുപോലത്തെ കാര്യം പറഞ്ഞിട്ട് മേൻ എൻ്റെ അടുത്തേക്ക് വന്നേക്കല്ല എന്നൊക്കെ പറഞ്ഞോണ്ട് സേതുവിനെ ചീത്ത പറയാണ് പല്ലവി. പെട്ടെന്ന് സേതു പറഞ്ഞു, അതെ ഞാൻ കണ്ടതില് സ്വപ്നമല്ലേ പറഞ്ഞ, അതിനിപ്പോ എന്നോട് എന്തെങ്കിലും ദേഷ്യപ്പെടുന്ന ചോദിക്കും. പിന്നെ കാണാൻ പറ്റിയ ഒരു സ്വപ്നം, മിണ്ടാതെ പൊക്കോന്നും പറഞ്ഞോണ്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞോണ്ട് പല്ലവി അങ്ങോട്ടേക്ക് കയറി പോവാണ്. അങ്ങനെ പിറ്റേ ദിവസമായി. പിറ്റേ ദിവസം രാവിലെ തന്നെ പല്ലവി പതുപോലെ എഴുന്നേറ്റു. നേരെ അടുക്കളയിലേക്ക് എല്ലുവാണ്. അപ്പൊ ബേബി ചേച്ചി അവിടെ രാവിലത്തെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ബേബി ചേച്ചിയോട് കുറച്ച് സമയം സംസാരിക്കുകയാണ്. അപ്പത്തേനും പൂർണ്ണാമ്മ അങ്ങോട്ട് വന്നു. പൂർണ്ണാമ്മ നമ്മൾ ചേച്ചി, അല്ല സേതു എഴുന്നേറ്റ പല്ലവി മോളെന്ന് ചോദിക്കാം. ഇല്ല സേതുവിനെ കണ്ടില്ല എന്ന് പറയാണ്. പിന്നീട് പല്ലവി വെച്ചു, അല്ല കല്യാണത്തിന് ഡ്രസ്സൊക്കെ എടുത്ത് ബാക്കി കാര്യങ്ങളൊക്കെ നടത്തണം. അത് സേതു ആണല്ലേ ഏറ്റിരിക്കുന്നത്. സേതുവും കൂടെ വരട്ടെ, ബാക്കി സ്വർണ്ണം എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനിക്കണമെന്ന് പറയണം. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേനും സേതു അങ്ങോട്ട് എണീറ്റ് വന്നു. സേതു എഴുന്നേറ്റ് പൂർണ്ണിമ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സേതു പറഞ്ഞു, സ്വർണ്ണമൊക്കെ നമുക്ക് എടുക്കാന്ന് പറയണം. ഇത് കേട്ടോണ്ടാണ് ഋതു അങ്ങോട്ട് വരുന്നത്. ഋതു വന്നപ്പോ ചോദിച്ചു, ഓഹോ അപ്പൊ സ്വർണ്ണം എടുക്കാനും പൈസയൊക്കെ ഉണ്ടോ? അല്ല താലിമാല എടുക്കാനുള്ള പൈസയെങ്കിലും കയ്യിലുണ്ടായാൽ മതി എന്ന് പറയണം. ഇത് കേട്ടതും വല്ലാത്ത സങ്കടമായി സേതുവിന്. പെട്ടെന്ന് പൂർണ്ണ പറഞ്ഞു, നീ എന്തൊക്കെയാ ഋതു പറയണെന്ന് ചോദിക്കാ. അല്ല കല്യാണം നടത്തുന്ന മൂത്ത ഏട്ടനാന്നൊക്കെ ഇവിടെ വിൽപത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞാന്ന് പറയാം. നീ കൂടുതൽ സേതുവിനെ കളിയാക്കൊന്നും വേണ്ടെന്ന് പറയണം. അപ്പോഴേക്കും അച്ചു അങ്ങോട്ട് വന്നു. അച്ചു വന്നിട്ട് പറഞ്ഞതേ, എനിക്കധികം പൊന്നും പണമൊന്നും വേണ്ട, അറിയാലോ എനിക്ക് അതിനോട് അത്രയും താല്പര്യമില്ല. അതുകൊണ്ട് ഇനിയിപ്പോ കല്യാണം നടത്തുന്ന സേതുവേട്ടനാണെങ്കിൽ സേതുവേട്ടന് പറ്റുന്ന രീതി മതി എന്ന് പറയണം, അല്ലാതെ ആർഭാടമായിട്ട് നിനക്ക് കല്യാണം വേണ്ടെന്ന് പറയാം. പൂർണ്ണം പറഞ്ഞു, അതെ പൊന്നിന്റെ മടത്തിന്റെ കാര്യം ഓർത്തിട്ട് ഇനിയിപ്പോ വേറെ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. മാധവേട്ടന് 3 മക്കൾക്കും വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടാ പോയിരിക്കുന്നത്, അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ടെന്ന് പറയണം. ഋതു പറഞ്ഞു, അങ്ങനെയല്ലല്ലോ വിൽപത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്, ഏട്ടൻ കല്യാണം നടത്തണമെന്നല്ലേ. നീ ഒന്നും മിണ്ടായിരിക്കും ഋതു. നിനക്ക് എന്താ എന്തേലും ഒരു കാര്യം പറഞ്ഞു വരുമ്പോഴത്തേനും അവൾ ഇടങ്കോൽ ഇടാനായിട്ട് വന്നിരിക്കുന്നു പറയാം. നിന്റെ ചേച്ചിയുടെ കല്യാണം എന്നുള്ള ചിന്തയും ബോധം നിനക്ക് വേണം, അറിയാലോ. നീ ആരോടെ ഈ വാശി കാണിക്കുന്നൊക്കെ ചോദിച്ചാൽ പൂർണ്ണിമ ഋതുവിനെ ചീത്ത പറയാണ്. പിന്നെ ഋതു ഒന്നും മിണ്ടിയില്ല. ഞാനൊന്നും മിണ്ടുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് കയറി പോവാണ്. ഈ സമയം ഇന്ദ്ര സ്വാതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. സ്വാതിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് അതെ എനിക്കൊന്ന് കാണണമെന്ന് പറയണം. ഇത് കേട്ട് സ്വാതി പറഞ്ഞു, അല്ല അതെന്താ ഇന്ദ്രേട്ടാ കാണണമെന്ന് പറഞ്ഞ, എനിക്കൊന്ന് കാണാൻ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറയണം. അങ്ങനെ സ്വാതി എന്ത് ചെയ്യണം, ഇന്ദ്രൻ വിളിച്ചിട്ട് ഇന്ദ്രനെ കാണാനായിട്ട് അങ്ങോട്ട് പോവാ. ഈ സമയം പല്ലവി അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഇന്ദ്രൻ വിളിക്കുന്നത്. അപ്പൊ തന്നെ പല്ലവിക്ക് കാര്യം മനസ്സിലായി. ഒരു പക്ഷെ സ്വാതിനെ കയ്യിലെടുക്കാനുള്ള പുറപ്പാടാണ് ഇതിന്റെ. അതൊരു കാരണവശാലും നടന്നുകൂടാ, അതെങ്ങനെയാലും തടഞ്ഞാൽ മതിയാവുള്ളൂ. സേതുവേട്ടനോട് പറഞ്ഞ മിക്കവാറും സേതുവേട്ടൻ ഇപ്പം കമ്പിവടിയായിട്ട് അങ്ങോട്ട് ഇറങ്ങും. അതൊന്നും പാടില്ല. ഒരു പക്ഷെ സ്വാതിനെ ഉപദേശം നേരെയാക്കാൻ നോക്കിയിട്ടുണ്ട്, നേരെ ആവും തോന്നില്ല. തന്നോടുള്ള ദേഷ്യം ഉറപ്പായിട്ട് അവൾ പ്രകടിപ്പിക്കാതിരിക്കുകയും ചെയ്യത്തില്ല. പിന്നീട് പല്ലവി എന്ത് ചെയ്യണം, കോളേജിലേക്ക് അങ്ങോട്ട് പോവാ. കോളേജിൽ എത്തിക്കഴിഞ്ഞ് സ്വാതിയെ നോക്കിയപ്പോ സ്വാതി കോളേജിലില്ല. പല്ലവി വെച്ചു, ഇവരെങ്ങോട്ട് പോയി? ഒരു പക്ഷെ ഇന്ദ്രൻ വിളിച്ചിട്ട് ആ കൂടെ പോയതാണോ? പല്ലവിക്ക് ആകെപ്പാട് ടെൻഷനായി. ഈ സേതുവേട്ടനെ വിളിച്ചു പറയണോ? ക്ലാസ്സിലേക്ക് വന്നിട്ടുമില്ല അവള്. ഇനിയിപ്പം ഇന്ദ്രന്റെ കൂടെ അങ്ങനെ കറങ്ങാൻ പോയെന്നൊരു ടെൻഷൻ പല്ലവിയുടെ ഉള്ളിലുണ്ട്. പിന്നെ രണ്ടും കൽപ്പിച്ച് സേതുവിനെ വിളിക്കുകയാണ്. സേതുവിനെ വിളിച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞു നോക്കാം. ഒരു പക്ഷേങ്കില് ഇനിയിപ്പം വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം അത് പ്രശ്നമാവോ? അല്ല കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യാം, വരുമോ ഇല്ലയോ നോക്കാം എന്നോർത്തേണ്ട പല്ലവി പിന്നെ ഒന്നും ഞാൻ പോയില്ല. കുറച്ച് സമയം കൂടെ നോക്കിയിട്ട് വന്ന് കണ്ടില്ലെങ്കിൽ സേതുവേട്ടനെ വിളിച്ച് പറയാന്നോർത്തു. ഈ സമയത്ത് സ്വാതി ഇന്ദ്രനെ കാണാനായിട്ട് ചെല്ലുവാണ്. അപ്പൊ ഇന്ദ്രനെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ ചോദിച്ചു, അല്ല ഞാൻ വിളിച്ച് ബുദ്ധിമുട്ടായെന്ന് ചോദിക്കാം. എന്തിനാ? എനിക്കെന്ത് ബുദ്ധിമുട്ട്? അല്ല ക്ലാസ് കട്ട് ചെയ്ത കാര്യം എങ്ങാനും വീട്ടിലറിഞ്ഞാൽ പ്രശ്നമാവുമോ? അതൊന്നും കുഴപ്പമില്ലാന്നേ, ഞാനിപ്പോ തന്നെ അങ്ങ് പോയേക്കാം. ഫസ്റ്റ് പീരീഡ് ആ പല്ലവിയുടെ ക്ലാസ് ഇരിക്കുന്ന പോലും എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയാണ്. പിന്നീട് ചോദിച്ചല്ല എന്തിനാ ഇന്ദ്രേട്ടൻ വിളിച്ചെന്ന് ചോദിക്കാം. അല്ല ചുമ്മാ വിളിച്ചാ, ഈ ചില സംസാരിച്ചിരിക്കാണ്ട് വിളിച്ചാന്ന് പറയണം. അറിയാലോ എന്നെ കോളേജിൽ നിന്ന് പറഞ്ഞു വിട്ടോണ്ട് എനിക്ക് ഇനി അങ്ങോട്ട് കയറാൻ പറ്റത്തില്ലോ, അതുകൊണ്ടാന്ന് പറയണം. ഈ സമയം കുറെ സമയം കൂടെ
പല്ലവി സ്വാധീനം നോക്കിയിട്ട് കാണാതെ കഴിഞ്ഞപ്പോ പിന്നീട് സേതുവിനെ വിളിക്കുകയാണ്. സേതുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, അത് സേതുവേട്ടാ, ഇതുവരെ ആയിട്ടും സ്വാതി ക്ലാസ്സിലെത്തിയിട്ടില്ലെന്ന് പറയണം. ക്ലാസ്സിലെത്തിയിട്ടില്ലേ? അതെ, ക്ലാസ്സിലെത്തിയിട്ടില്ലെന്ന് പറയണം. ഇത് കേട്ടോ സേതു ഒന്ന് ഞെട്ടി. ഒരു പക്ഷേങ്കിൽ ആ ഇന്ദ്രന്റെ കൂടെയാണോ പോയെന്ന് അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ അത് അപകടമാണ്. സേതു പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം പല്ലവി, നീ ക്ലാസ് എടുത്തോളാം പറയണം. അങ്ങനെ സേതു സ്വാതി എങ്ങോട്ടാ പോയെന്ന് അന്വേഷിച്ചങ്ങോട്ട് ഇറങ്ങുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.